താത്രിക്കുട്ടി എന്ന നമ്പൂതിരി സ്ത്രീയുടെ ചെറുമകൾ ഷീല മലയാള സിനിമയിലെ ക്ലിയോപാട്ര. ഷീലയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായത്. നസീർ ഷീല ജോഡി 125 സിനിമകളിലാണ് ഹീറോയിനായി. ഇത് വേൾഡ് റെക്കോർഡാണ്. സത്യൻ, മധു, ജയൻ, കമൽഹാസൻ, വിൻസെന്റ്, സുധീർ, സോമൻ തുടങ്ങി 20 വർഷം നിരവധി നടന്മാർക്കൊപ്പം നായികയായി. എന്നിട്ടും ഒരിക്കൽ പോലും നാഷണൽ അവാർഡ് ലഭിച്ചില്ല എന്നതും സവിശേഷത തന്നെ. 60കളിലും 70കളിലും ഷീല മലയാള സിനിമ അടക്കി വാണു. ഷീലയുണ്ടെങ്കിൽ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാം എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ വിശ്വാസം. അഭിനയം മാത്രമായി ഒതുങ്ങുന്നതല്ല ഷീലയുടെ വിശേഷങ്ങൾ. 13 വയസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അഭിനയം തുടങ്ങിയ ഷീല അനായാസമായി ഇംഗ്ലീഷ് അടക്കം നിരവധി ഭാഷകളിൽ സംസാരിക്കും. 2 സിനിമകൾ സംവിധാനം ചെയ്തു. മലയാളത്തിൽ ഒരു നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചു. തമിഴ് ചാനലുകളിൽ കഥ എഴുതി സംവിധാനം ചെയ്ത സീരിയലുകൾ സംപ്രേഷണം ചെയ്തു. ഒന്നാന്തരം ചിത്രം വരക്കാരി എന്ന് പേരെടുത്ത അവരുടെ പെയിന്റിംഗ് പ്രദർശനങ്ങൾ നിരവധി പേരെയാണ് ഇപ്പോഴും ആകർഷിക്കുന്നത്. ഈ 77കാരി അഭിനയിച്ചാൽ ഇന്നും ആ സിനിമ വിജയിക്കുന്നു. എങ്കിലും സിനിമാ കഥ പോലെയുള്ള അവരുടെ ജീവിതകഥ മറ്റു പലരും അംഗീകരിച്ചെങ്കിലും അവർ സമ്മതിച്ചിട്ടില്ല. അതിൽ പ്രധാനം ക്ലാര എന്ന ഷീല എന്ന ക്രിസ്ത്യൻ സ്ത്രീ ഒരു നമ്പൂതിരി സ്ത്രീയുടെ പേരക്കുട്ടിയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ മുത്തശ്ശി അനേകം പുരുഷന്മാരെ സ്വീകരിച്ച് കുപ്രസിദ്ധി നേടിയതാവാം കാരണം. പക്ഷെ ഇന്ന് നമ്പൂതിരി സമുദായം താത്രിക്കുട്ടിയെ അന്തർജനം എന്ന വീര നായികയായാണ് കാണുന്നത് എന്നത് വേറെ കാര്യം. പ്രചാരത്തിലുള്ള കഥകൾ ഇതാണ്. നമ്പൂതിരി സമുദായത്തിൽ മൂത്തപുത്രന് മാത്രം വിവാഹം ചെയ്യാൻ അനുമതിയുള്ള കാലം. സ്വത്ത് പലതായി ഭാഗം വെച്ച് പോകാതിരിക്കാൻ കണ്ടെത്തിയ മാർഗം നിരവധി യുവാക്കളുടെ കണ്ണീരായി മാറി. അതിസുന്ദരിയായ താത്രിക്കുട്ടിയെ വിവാഹം ചെയ്ത കുറിയേടത്ത മനയിലെ നമ്പൂതിരി യുവാവ് മന്ദബുദ്ധിയായിരുന്നു. ആദ്യ രാത്രിയിൽ മണിയറയിലെത്തിയത് ഭർത്താവിന് പകരം മറ്റൊരാൾ, പിന്നെ പലരും. കരച്ചിലും സങ്കടവും പ്രതികാരത്തിന് വഴിമാറി. സവർണ സമുദായത്തിലെ പല പ്രമുഖരെയും ആകർഷിച്ചു വരുത്തി. ഒപ്പം ശയിച്ചു. കൂട്ടത്തിൽ എല്ലാവരുടെയും അടയാളങ്ങൾ സമർത്ഥമായി രേഖപ്പെടുത്തി വെച്ചു. താത്രിക്കുട്ടി കുപ്രസിദ്ധി ആരംഭിച്ചു. പരാതി കൊച്ചി മഹാരാജാവിന്റെ തിരുസന്നിധിയിലെത്തി. അവസാനം നാട്ടാചാരപ്രകാരം സ്മാർത്ത വിചാരം എന്ന വിചാരണ താത്രിക്കുട്ടി കുറ്റമേറ്റു. പുരുഷന്മാരുടെ പേരുകൾ അടയാള സഹിതം വെളിപ്പെടുത്തി. പ്രസിദ്ധ കഥകളി ആചാര്യൻ കാവുങ്കൽ ശങ്കരപ്പണിക്കരടക്കം ആ പുരുഷന്മാരെല്ലാം ഭ്രഷ്ടായി കൊച്ചി രാജ്യത്തിന് വെളിയിൽ പോകേണ്ടി വന്നു. താത്രിക്കുട്ടിക്കും ഭ്രഷ്ട് തന്നെ. പക്ഷേ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജാവിനുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം എല്ലാ നമ്പൂതിരി യുവാക്കളും വിവാഹം ചെയ്യാൻ തുടങ്ങി. 1905 ഈ സ്മാർത്ത വിചാരം നടന്നതെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയത്. ചാലക്കടിയിലെ സത്രത്തിൽ താത്രി താമസമാക്കി, കൂടെ ഒരു സഹായിയും. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ചാലക്കടിയിലെത്തുമ്പോൾ രാത്രി ഗർഭിണിയാണ്. ശുശ്രൂഷ കന്യാസ്ത്രീകൾ ഏറ്റെടുത്തു. അവർ അവളെ മതം മാറ്റി, അമ്മിണി എന്നാക്കി. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് ഗ്രേസി എന്നും പേരിട്ടു. ഗ്രേസിക്ക് പ്രായപൂർത്തിയായപ്പോൾ കണിമംഗലത്തുള്ള ആന്റണിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആന്റണി അനാഥാലയത്തിൽ വളർന്ന ആളാണ്. റെയിൽവേയിൽ ജോലിയുമുണ്ട്. ആന്റണിക്ക് സ്ഥലം മാറ്റം കിട്ടുന്ന മുറയ്ക്ക് ദമ്പതിമാർ താമസം മാറ്റിക്കൊണ്ടിരുന്നു. താത്രി എന്ന അമ്മിണി ശിഷ്ടകാലം ആശ്രമ ജീവിതം നയിച്ചു. ഗ്രേസിക്ക് 4 പെൺമക്കൾ. 4ാമത് പെൺകുട്ടി 7ൽ പഠിക്കുമ്പോൾ മദ്യപാനിയായ ആന്റണി മരിച്ചു. അപ്പോൾ കുടുംബം കോയമ്പത്തൂരിലാണ്. ജീവിക്കാൻ പ്രയാസപ്പെട്ട കാലം. താഴെയുള്ള ക്ലാര നൃത്തത്തിൽ മിടുമിടുക്കി. അവളെ നാടകത്തിൽ അഭിനയിക്കാൻ തിരഞ്ഞെടുത്തത് SS രാജേന്ദ്രൻ. കാലം 1960. MGR നായകനായ പാശം ഒരുങ്ങുന്നു. അതിൽ ഉപനായികയായി പുതുമുഖം വേണം. രാജേന്ദ്രന് ക്ലാരയെ ശുപാർശ ചെയ്തത് പാശത്തിലെ ഷീലാറാണി എന്ന പേരിൽ 13ാം വയസ്സിൽ അഭിനയിച്ച് സിനിമ പുറത്തിറങ്ങിയതോടെ നിരവധി അവസരങ്ങൾ. 1961 മലയാളത്തിൽ സത്യൻ നായകനായി ഭാഗ്യജാതകം എന്ന സിനിമ. സംവിധായകൻ P. ഭാസ്കരൻ ഷീലാറാണിയെ നായികയാക്കി. പേര് ഷീല എന്നാക്കി ചുരുക്കി.